ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് LPSA UPSAയുടെ റിവിഷൻ സീരീസ് ആണ്. ഇതിൽ നമ്മൾ 2022 നടന്ന LPSAയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏത്? എ. പഴശ്ശി വിപ്ലവം, ബി. നിവർത്തന പ്രക്ഷോഭം, സി. തിരുവിതാംകൂർ കലാപം, ഡി. കുറിച്യർ കലാപം. ഈ 4 വിഷയത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ബി നിവർത്തന പ്രക്ഷോഭമാണ് കേട്ടോ. ഓപ്ഷൻ ബി നിവർത്തന പ്രക്ഷോഭം. ഇതില് നിവർത്തന പ്രക്ഷോഭം 1932 തിരുവിതാംകൂറിലെ ഭരണ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായിട്ട് ആരംഭിച്ചതാണ് എന്ത് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് എന്ത് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ്. 1932 ഈ പ്രക്ഷോഭം നടക്കുന്നത്. നിവർത്തന പ്രക്ഷോഭം, ഈ നിവർത്തനം എന്ന വാക്ക് രൂപീകരിച്ചത് അല്ലെങ്കിൽ അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് IC ചാക്കോ എന്ന വ്യക്തിയാണ് കേട്ടോ. PSC രൂപീകരിച്ചത്, അതുപോലെ IC ചാക്കോ ആണ് നിവർത്തനം എന്ന വാക്ക് ഉപജ്ഞാതാവ്. 1932 തിരുവിതാംകൂറിന്റെ ഭരണ പരിഷ്കാരത്തോടുള്ള പ്രതിഷേധവുമായി ആരംഭിച്ച പ്രക്ഷോഭമാണ് എന്ത് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഴശ്ശി വിപ്ലവം, തിരുവിതാംകൂർ കലാപം, കുറിച്യർ കലാപം. പഴശ്ശി വിപ്ലവം ഏത് വർഷമാണ് നടക്കുന്നത്? ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെയും, അതുപോലെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ് പഴശ്ശി വിപ്ലവം നടന്നത്. 1805 പഴശ്ശിരാജ നവംബർ 30 മരണമടയുകയാണ് കേട്ടോ. ഓക്കെ, അദ്ദേഹത്തിന്റെ സ്മാരകം, പഴശ്ശി സ്മാരകം ഉള്ളത് മാനന്തവാടിയിലാണ്. ഇനി 1808 മുതൽ 1809 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു കലാപമാണ് എന്ത് തിരുവിതാംകൂർ കലാപം എന്ന് പറയുന്നത്. ഇതില് കുറിച്യർ കലാപത്തെ കുറിച്ച് പറയുമ്പോൾ 1812 നടന്നതാണ് എന്ത് കുറിച്യർ കലാപം. അത് കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ് കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. ഓക്കെ, അപ്പൊ ഒന്നാമത്തേതിന്റെ ആൻസർ ബി ആണ് നിവർത്തന പ്രക്ഷോഭം. അടുത്ത ചോദ്യം, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെ കുറിച്ചും അവർക്ക് നേതൃത്വം വഹിച്ചിട്ടുമുള്ള പട്ടികയാണിത്. ഉചിതമായി യോജിപ്പിച്ച് കണ്ടെത്തുക. ഒന്ന്, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരുമായിട്ടാണ് നമുക്ക് യോജിപ്പിക്കാൻ പറ്റുക? വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ. 1-8 ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. 1-8 ഓപ്ഷൻ സി ആണ്. അടുത്തത് നോക്കാം, മിശ്രഭോജനം ആരുടെയാണ്? സഹോദരൻ അയ്യപ്പന്റെയാണ് മിശ്രഭോജനം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പന്മന ആശ്രമം ആരുടെയാണ്? പന്മന ആശ്രമം ചട്ടമ്പി സ്വാമികളുടേതാണ്. അപ്പോൾ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങളാണ് അവരും
അതിന്റെ രൂപം കൊടുത്ത വ്യക്തികളുമാണ്. ഒന്ന് വൈക്കം സത്യാഗ്രഹം, KP കേശവ മേനോനാണ്. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിവേദനം സമർപ്പിച്ചത് സേതു ലക്ഷ്മി ബായിക്കാണ് കേട്ടോ. സേതു ലക്ഷ്മി ബായിക്കാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിവേദനം സമർപ്പിച്ചത്. ഏകദേശം 603 ദിവസത്തോളം വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നിട്ടുണ്ട്. ഇതിൽ മിശ്രഭോജനം പ്രസ്ഥാനം ആരംഭിച്ചത് 1917 വൈക്കം സത്യാഗ്രഹം 1924. മിശ്രഭോജനം 1917. ഓക്കെ, 1917. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പന്റെ മറ്റൊരു പ്രസ്ഥാനമാണ് സഹോദര പ്രസ്ഥാനം. സഹോദരൻ അയ്യപ്പന്റെ മറ്റൊരു പ്രസ്ഥാനമാണ്. അതിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായി ആണ് കേട്ടോ. ചെറായി. ഓക്കെ, ഇനി അടുത്തത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇസ്ലാം മത പരിപാലന സംഘം ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി SNDP യോഗത്തിന്റെ സംഘടനയുടെ മാതൃകയിൽ തുടങ്ങിയ ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. SNDP മാതൃകയാക്കി രൂപീകരിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. അടുത്തത് പന്മന ആശ്രമം. ചട്ടമ്പി സ്വാമികളുടേതാണ് പന്മന ആശ്രമം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ചോദ്യം 3. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? 1. കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവ് VT ഭട്ടതിരിപ്പാടാണ് കണ്ണീരും കിനാവും എന്ന ആത്മകഥ എഴുതിയത്. അതുപോലെ ഓപ്ഷൻ ബി, കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. VT ഭട്ടതിരിപ്പാടിനെ 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചിട്ടുണ്ട്. സോ കേരള സാഹിത്യ അക്കാദമി ആദരിച്ച വ്യക്തിയാണ്. അടുത്തത്, നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അത് തെറ്റാണ്. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽ പെട്ടത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. VT ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായൊരു നാടകമുണ്ട്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറക്കിയ വർഷം 1929. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറക്കിയ വർഷം 1929. ഈ നാടകം ആദ്യമായി അവതരിപ്പിച്ചത് ഇടക്കുന്നി. അതുപോലെ അദ്ദേഹത്തിന്റെ ചെറുലേഖനമാണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക. ഓക്കെ, അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക. അപ്പൊ ഇവിടെ ഉത്തരം 3C ആണ്. അടുത്ത ചോദ്യം, മലബാർ കലാപത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. 1. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നതാണ് മലബാർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. 1921 മുതൽ 22 വരെയുള്ള വർഷങ്ങളിൽ നടന്നു. ഈ തന്നിരിക്കുന്നതെല്ലാം തന്നെ മലബാർ കലാപവുമായി
ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം തന്നെ ശരിയാണ്. ഈ പ്രസ്താവനകൾ എല്ലാം തന്നെ ശരിയാണ്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു കലാപമാണ് എന്തെന്ന് പറയുന്നത്? മലബാർ കലാപം എന്ന് പറയുന്നത്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപത്തിന്റെ നേതാക്കളാണ് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവർ. മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനാണ് ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷൻ. ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷനാണ് മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ. ഇനി അടുത്ത ചോദ്യം. നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം അല്ലെങ്കിൽ രൂപീകരിച്ചത് 1885 ഡിസംബർ 28 മുംബൈയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് 1885 ഡിസംബർ 28. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. INCയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് A.O. ഹ്യൂം ആണ്. INCയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് A.O. ഹ്യൂം ആണ്. INCയുടെ ആദ്യ സെക്രട്ടറിയും ആരാണ്? A.O. ഹ്യൂം ആണ് കേട്ടോ. INCയുടെ ആദ്യ സെക്രട്ടറി A.O. ഹ്യൂം ആണ്. INC രൂപീകരണ സമയത്ത് ഇന്ത്യൻ വൈസ്രോയ് ഡഫറിൻ പ്രഭു ആണ്. INC രൂപീകരണ സമയത്തെ ഇന്ത്യൻ വൈസ്രോയ് ഡഫറിൻ പ്രഭു ആണ്. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി GK പിള്ളയാണ്. GK പിള്ളയാണ് INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി. INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി ആണ്. WC ബാനർജി ആണ് INCയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ഈ സംഭവങ്ങൾ നടന്ന വർഷങ്ങൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഓർഡർ ആക്കിയിട്ട് എഴുതാവുന്നതാണ്. ഇതിൽ ആദ്യം ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് 1919 1919 ഖിലാഫത്ത് പ്രസ്ഥാനം 1920 കേട്ടോ. 1920 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം 1923 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം. സൈമൺ കമ്മീഷന്റെ വരവ് 1927 കേട്ടോ. 1927 അപ്പോ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെയാണ് സംഭവങ്ങളുടെ യഥാക്രമം എന്ന് പറയുന്നത്. 1, 2, 3, 4 ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ട്ടോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഖിലാഫത്ത് പ്രസ്ഥാനം 1920 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം 1923. സൈമൺ കമ്മീഷന്റെ വരവ് 1927. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്ന് പറയുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത പട്ടാള ഉദ്യോഗസ്ഥനാണ് ജനറൽ റെജിനാൾഡ് ഡയർ. ജനറൽ റെജിനാൾഡ് ഡയർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത പട്ടാള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂരു ആണ്. ISROന്റെ ആസ്ഥാനം ബാംഗ്ലൂരു ആണ്. ISROന്റെ ഇപ്പോഴത്തെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് S സോമനാഥ് ആണ്. ഓക്കെ, S സോമനാഥ് ആണ് നിലവിലെ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാൻ ആയ വ്യക്തിയാണ് സതീഷ് ധവാൻ. സതീഷ് ധവാൻ ആണ് ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാൻ ആയ വ്യക്തി. ISROയുടെ ചെയർമാൻ ആയ ആദ്യ മലയാളിയാണ് MGK മേനോൻ. MGK മേനോൻ ആദ്യ മലയാളി, ചെയർമാൻ ആയ ആദ്യ മലയാളിയാണ്. ആദ്യ ചെയർമാൻ, ISROയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ് ആയിരുന്നു. ഓക്കെ, വിക്രം സാരാഭായ് ആണ് ISROയുടെ ആദ്യ ചെയർമാൻ. ISRO രൂപീകൃതമായ വർഷം, സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 1969 ഓഗസ്റ്റ് 15 ആണ് കേട്ടോ. ഓഗസ്റ്റ് 15, 1969 ഓഗസ്റ്റ് 15 ISRO രൂപീകൃതമായത്, സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഓക്കെ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹത്തിന് 1997 ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 1997 ഭാരതരത്നം ലഭിച്ച രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. അടുത്തത് 9ാമത്തെ ചോദ്യം, മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. 1. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങൾ നിലനിന്നിരുന്നത് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലാണ്. 2. BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു. അത് തെറ്റാണ്. 3400 മുതൽ 3000 BC വരെയാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പ്രധാന പട്ടണമാണ് ഉർ. അത് ശരിയാണ്. മെസപ്പൊട്ടേമിയയിലെ പ്രധാന നഗരങ്ങളാണ് ഉർ, ഉർക്ക്, ലഗാഷ്. ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിന്നിരുന്നത്. ഇതും ശരിയായതാണ്. അപ്പോൾ ഇവിടെയുള്ള ഉത്തരം ഓപ്ഷൻ ബി, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓക്കെ, മെസപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്ന രാജ്യം ഇറാഖാണ് കേട്ടോ. മെസപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്ന രാജ്യം ഇറാഖ്. സംസ്കാരത്തിന്റെ മൂശ എന്നറിയപ്പെടുന്ന സംസ്കാരം, അതുപോലെ തന്നെ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്കാരവും എന്താണ്? മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. ചക്രവും മൺപാത്രവും നിർമ്മിച്ചു തുടങ്ങിയ സംസ്കാരം മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത് ക്യൂണിഫോം ലിപി എന്നാണ്. ക്യൂണിഫോം ലിപിയാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ എഴുത്ത് ലിപി എന്ന് പറയുന്നത്. മെസപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം 2 നദികൾക്കിടയിലെ പ്രദേശം എന്നുള്ളതാണ്. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നുള്ളതാണ് മെസപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പാകിസ്ഥാൻ. മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്രഭരണ പ്രദേശങ്ങൾ പാകിസ്ഥാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് സിന്ധു നദീതട സംസ്കാരത്തിന് ആദ്യ ഉത്ഖനനം നടന്നത് ഹാരപ്പയിലാണ്. അതുപോലെ
ഹാരപ്പയിൽ നിലനിന്നിരുന്ന നദീതീരം രവിയാണ് കേട്ടോ. അതുപോലെ സിന്ധു നദീതട കേന്ദ്രങ്ങളിൽ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഹാരപ്പ നഗരങ്ങളിൽ ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗം ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, 2021 വർഷത്തിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആര്? 2021 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആര് എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ ഡി, മരിയ റെസ. ബാക്കി 3 പേരും സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളാണ്. മരിയ റെസയ്ക്ക് മാത്രം എന്ത് ചെയ്തിട്ടില്ല? സാമ്പത്തിക ശാസ്ത്രത്തിലല്ല, അവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് സമാധാനത്തിലുള്ള നോബൽ സമ്മാനമാണ് ലഭിച്ചത്. ഫിലിപ്പീൻസിലെ ഒരു പത്രപ്രവർത്തകയാണ് മരിയ റെസ. നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഫിലിപ്പീൻകാരിയാണ് ആര്? മരിയ റെസ. അടുത്ത ചോദ്യം, നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേയെ കുറിച്ച് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തുക. 1. 3, 5, 8, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ്. 2. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നു. സംഘടനാ ചുമതല CBSEക്ക്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന് കുട്ടികളിലെ പഠന വിടവ് കണ്ടെത്തുന്നതിന് ഇത് സഹായമാകും. നാഷണൽ അച്ചീവ്മെന്റ് സർവേയെ കുറിച്ച് നൽകിയ പ്രസ്താവനകളാണ്. ഈ എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ് മെർക്കാറ്റർ. ഓപ്ഷൻ ബി, മെർക്കാറ്റർ ആണ് ഉത്തരം. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ലോകത്ത് ആദ്യമായി ഭൂപടം വരച്ചത് അനക്സി മാൻഡർ ആണ് കേട്ടോ. അനക്സി മാൻഡർ. അതുപോലെ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ആരുടേതാണ്? മെസപ്പൊട്ടേമിയൻ ഭൂപടമാണ് കേട്ടോ. മെസപ്പൊട്ടേമിയൻ ഭൂപടമാണ് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ് ആണ് കേട്ടോ. എബ്രഹാം ഓർട്ടേലിയസ് വിവിധ ഭൂപടങ്ങളെ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് അബ്രഹാം ഓർട്ടേലിയസ് ആണ്. അടുത്ത ചോദ്യം, വിവിധ അന്തരീക്ഷ പാളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. 2. കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നില്ല. ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. അതുപോലെ തന്നെ മേഘം, മഴ, മഞ്ഞ്, ഇടിമിന്നൽ, കൊടുങ്കാറ്റ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം
ട്രോപ്പോസ്ഫിയർ ആണ്. ഏകദേശം വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയർ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളിയാണ്. അവിടെ തന്നെയാണ് എന്തുള്ളത്? ഓസോൺ പാളികൾ കാണപ്പെടുന്നത്. ഓസോൺ പാളികളാണ് നമ്മളെ അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുന്നത്. മീസോസ്ഫിയർ ഉയരം കൂടുന്തോറും താപം കുറയുന്ന മണ്ഡലമാണ് എന്ത്? മീസോസ്ഫിയർ എന്ന് പറയുന്നത്. മീസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപം കുറയുന്നു. അതുപോലെ തന്നെ നിശാമേഘങ്ങൾ അഥവാ നോക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് മിസോസ്ഫിയറിലാണ്. നിശാമേഘങ്ങൾ അഥവാ നോക്ടിലൂസന്റ് മേഘങ്ങൾ. നോക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. നോക്ടിലൂസന്റ് മേഘങ്ങൾ, നിശാദീപങ്ങൾ എന്നും ഇവയെ അറിയപ്പെടാറുണ്ട്. മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകാൻ കാരണം അവിടെ ഉണ്ടാകുന്ന ഘർഷണമാണ് കേട്ടോ. അവിടെ ഉണ്ടാകുന്ന ഘർഷണം അഥവാ ഫ്രിക്ഷൻ ആണ് മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകളെ കത്തിച്ചാരമാക്കാൻ കാരണമാകുന്നത്. അടുത്ത ചോദ്യം, വ്യക്തിയുടെ പെരുമാറ്റ നിയന്ത്രണത്തിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. രാഷ്ട്രം സമാധാനപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമുള്ള ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളും ഇടപെടലുമാണ് എന്ത്? സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. ഔപചാരികമായ സ്ഥാപനങ്ങൾ, സാമൂഹ്യ നിയന്ത്രണം ഏൽപ്പിക്കാനുള്ള ഔപചാരിക സ്ഥാപനങ്ങളാണ് പോലീസ്, കോടതി, ജയിൽ, പട്ടാളം. അതുപോലെ തന്നെ പ്രാഥമിക സംഘത്തിന് ഉദാഹരണമാണ് ആരെന്ന് പറയുന്നത്? കുടുംബം എന്ന് പറയുന്നത് കേട്ടോ. കുടുംബം പ്രാഥമിക സംഘത്തിന് ഉദാഹരണമാണ്. ദ്വിതീയ സംഘത്തിന് ഉദാഹരണമാണ് ക്ലബ്ബുകൾ, ഫുട്ബോൾ ടീം. ഇതൊക്കെ എന്താണ്? ദ്വിതീയ സംഘത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, 1955 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ച ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് ഇംപീരിയൽ ബാങ്കിനെ നമ്മൾ പിന്നീട് എന്താക്കി മാറ്റുകയാണ്? 1955 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് നമ്മൾ രൂപീകരിച്ച ബാങ്കാണ് എന്ത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇംപീരിയൽ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ചത് ജോൺ കെയ്ൻസ് ആണ് കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് എന്ത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്കിന്റെ പഴയ പേരാണ് എന്ത്? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇംപീരിയൽ ബാങ്ക് എന്ന പേര് നിർദ്ദേശിച്ചത് ജോൺ കെയ്ൻസ് ആണ് ഇംപീരിയൽ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ചത്. SBI ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1955. SBIയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് ദിനേശ് കുമാർ ഖാരയാണ്. ദിനേശ് കുമാർ ഖാരയാണ് SBIയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ. SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അരുന്ധതി ഭട്ടാചാര്യയാണ്. മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ച ബാങ്ക് SBI ആണ് കേട്ടോ. SBI ആരംഭിച്ച കാർഡ്ലെസ് ക്യാഷ് വിത്ത് വിത്ഡ്രോവൽ സർവീസ് യോനോ ക്യാഷ് എന്നാണ് അറിയപ്പെടുന്നത്. യോനോ, YONO. SBI ആരംഭിച്ച കാർഡ്ലെസ് ക്യാഷ് വിത്ഡ്രോവൽ സർവീസ് ആണ് യോനോ ക്യാഷ്.
ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ജയ്പൂരാണ്. ജയ്പൂരാണ് ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ രാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. 2. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. 3. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. 4. 5 വർഷമാണ് കാലാവധി. ഇതില് ശരിയായത് 2ഉം 4ഉമാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി രാജ്യസഭയുടെ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ 5 വർഷമാണ് കാലാവധി ഉള്ളത്. ഇത് രാജ്യസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത്, റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ എന്നറിയപ്പെടുന്നത് നിലവിലെ ഗവർണർ ശക്തികാന്ത് ദാസ് ആണ് കേട്ടോ. ശക്തികാന്ത് ദാസ്. RBIയുടെ ഈ നിലവിലെ ഗവർണർ ശക്തികാന്ത് ദാസ്. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി സേവനം അനുഷ്ഠിച്ചത് ബെനഗൽ രാമ റാവു. ബെനഗൽ രാമ റാവു ആണ്. ഇന്ത്യൻ കറൻസി നോട്ടിൽ RBI ഗവർണർ എത്ര ഭാഷകളിലാണ് ഒപ്പുവെക്കുന്നത്? 2 ഭാഷകളിലാണ് ഒപ്പുവെക്കുന്നത്. 1 ഹിന്ദി, 2 ഇംഗ്ലീഷ്. 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആണ്. ആദ്യ കറൻസി നോട്ടിൽ ഒപ്പിട്ട RBI ഗവർണർ ജെയിംസ് ടെയ്ലർ ആണ് കേട്ടോ. ജെയിംസ് ടെയ്ലർ. ആദ്യമായി കറൻസി നോട്ടിൽ ഒപ്പിട്ട RBI ഗവർണർ ജെയിംസ് ടെയ്ലർ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 1770 ആരംഭിച്ചതാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അടുത്ത ചോദ്യം നോക്കാം. ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷക പേടകം ഏതാണ്? ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷക പേടകം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. പെർസീവറൻസ്. ചൈനയുടെ വിജയകരമായ ആദ്യ ചൊവ്വ ദൗത്യമാണ് ടിയാൻവെൻ. ഓപ്ഷൻ സി. ടിയാൻവെൻ എന്ന് പറയുന്നത് ചൈനയുടെ വിജയകരമായ ആദ്യ ചൊവ്വ ദൗത്യമാണ്. അതുപോലെ ചൊവ്വയിലെ ജീവസാന്നിധ്യം തിരിച്ചറിയുന്നതിനും ചൊവ്വയിലേക്കുള്ള ഭാവി ദൗത്യങ്ങളെ സഹായിക്കുന്നതിനുമായി നാസ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യമാണ് മാർസ് 2020. മാർസ് 2020. മാർസ് 2020 ആണ് നാസ വിക്ഷേപിച്ചത്. ജീവസാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ടാണ് മാർസ് 2020 വിക്ഷേപിച്ചത്. മാർസ് 2020 വിക്ഷേപിച്ചത് 2020 ജൂലൈ 30-നാണ് കേട്ടോ. അതുപോലെ ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം GSAT-11 ആണ്. GSAT-11.
GSAT-11. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം GSAT-11. GSAT-11 വിക്ഷേപിച്ച വാഹനം അരിയാനെ 5VA246 ആണ് കേട്ടോ. അരിയാനെ 5VA246 ആണ്. ഓക്കെ, ഇത് ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-11. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം GSAT-29 ആണ് കേട്ടോ. GSAT-29 ആണ് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിൽ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ എന്ന് പറയുന്നത്. അതുപോലെ 120 ഡെസിബലിൽ കൂടുന്ന സമയത്ത് മനുഷ്യ ചെവിക്ക് എന്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്? വേദനയുണ്ടാകാൻ സാധ്യതയുണ്ട്. പാർപ്പിട മേഖലയിൽ അനുവദനീയമായ ശബ്ദ പരിധി എന്ന് പറയുന്നത് പകൽ 55 ഡെസിബൽ ആണ്. റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ പാർപ്പിട മേഖലകളിൽ അനുവദനീയമായ ശബ്ദ പരിധി എന്ന് പറയുന്നത് പകൽ 55 ഡെസിബൽ ആണ്. രാത്രി അത് 45 ഡെസിബലുമാണ്. പകൽ 55 ഡെസിബൽ, രാത്രി 45 ഡെസിബലുമാണ്. ശക്തമായ ഭൂമികുലുക്കത്തിന് മുമ്പായി ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക്. എന്താണ്? ഇൻഫ്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് എന്ത്? ഭൂമികുലുക്കത്തിന് തൊട്ട് മുമ്പായി ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ്? സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണയിടുന്നത് അതിന്റെ ഘർഷണം കുറയ്ക്കാനാണ്. ഓപ്ഷൻ എ. ഘർഷണ ബലം കുറയ്ക്കാൻ, തേയ്മാനം കുറയ്ക്കാൻ, സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്സിലിൽ എണ്ണയിടുന്നത്. അടുത്തത്, കൂട്ടത്തിൽ പെടാത്തത് ഏത്? സ്ഥാനാന്തരം, ത്വരണം, പ്രവേഗം, വേഗം. ഇതിൽ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, വേഗം. കാരണം സ്ഥാനാന്തരം, ത്വരണം, പ്രവേഗം ഇവയെല്ലാം സദിശ അളവുകളാണ്. അതായത് ദിശ ചേർത്തി പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ. സ്ഥാനാന്തരം, ത്വരണം, പ്രവേഗം വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? ഇവ മൂന്നും. വേഗം അഥവാ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അദിശ അളവുകൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം 23. ഈ ഒരു കാന്തിക മണ്ഡലത്തിൽ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, വശകത. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാവുന്ന കാന്തിക വസ്തുക്കളുടെ കഴിവാണ് എന്തെന്ന് പറയുന്നത്? വശകത എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം ഏത്? ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം എന്ന് പറയുന്നത് കറുപ്പായിരിക്കും ട്ടോ. ഓപ്ഷൻ എ, കറുപ്പാണ് ഉത്തരം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരിയാണ് കൽപ്പന ചൗള.
ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? രാകേഷ് ശർമ്മ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ആര്? കൽപ്പന ചൗള. രണ്ടാമത്തെ ഇന്ത്യൻ വംശജ. ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് ആര്? സുനിത വില്യംസ്. സുനിത വില്യംസ്. ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കക്കാരനാണ് അലൻ ഷെപ്പേർഡ്. അലൻ ഷെപ്പേർഡ് ആണ് ആദ്യ അമേരിക്കക്കാരൻ ബഹിരാകാശത്ത് എത്തിയത്. ബഹിരാകാശത്ത് സംസാരിച്ച ആദ്യ യന്ത്ര മനുഷ്യനാണ് ഹിറോബോ. ഹിറോബോ ആണ് ബഹിരാകാശത്ത് സംസാരിച്ച ആദ്യ യന്ത്ര മനുഷ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കുന്നതിനായി 8 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. പല്ല് നിരീക്ഷിക്കുന്നതിനായി അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്നും 4 സെന്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നു എങ്കിൽ ആ പ്രതിബിംബത്തിന്റെ ആവർത്തനം എത്രയായിരിക്കും? ആവർത്തനം എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിഫിക്കേഷൻ ആണ്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ എന്താണ്? ഇവിടെ 2 ആണ് ഉത്തരം വരിക. ഒരു വസ്തുവിന്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിന്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആവർത്തനം എന്ന് പറയുന്നത്. ഇതില് 8/2 വരും. നമുക്ക് എന്ത് ഉത്തരം കിട്ടും? ഓപ്ഷൻ സി 2 ആണ് ഉത്തരം. നിത്യജീവിതത്തിൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ടെലസ്കോപ്പ്, കണ്ണട, ക്യാമറ എന്നിവയാണ്. ലെൻസിന്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. പവർ എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ് എന്ത്? ഡയോപ്റ്റർ. P = 1/f. F എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. P എന്ന് പറയുന്നത് പവർ ആണ്. നമുക്ക് പവറിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡയോപ്റ്റർ. കോൺവെക്സ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ കോൺകേവ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം ഉപയോഗിക്കുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ഗ്ലിസറിൻ. കാരണം ഗ്ലിസറിന് എന്ത് കൂടുതലാണ്? ഡെൻസിറ്റി കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് ഒരു ദ്രാവകത്തിൽ ഇവിടെ ജലം, മണ്ണെണ്ണ, ഗ്ലിസറിൻ, ഉപ്പുവെള്ളം, ഈ 4നെയും കമ്പയർ ചെയ്യുമ്പോൾ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് ഏത് ദ്രവ്യത്തിനാണ്? ഗ്ലിസറിനാണ്. അപ്പോൾ പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഗ്ലിസറിൻ തന്നെ ആയിരിക്കും. അടുത്തത്. കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം? ഓപ്ഷൻ എ ആണ്, കായംകുളത്താണ് കേരളത്തിലെ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രമാണ് ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യം. സൗരയൂഥത്തിന് പുറത്ത് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിലൊന്നായ GJ367b ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ
സി ആണ് 31. ഓപ്ഷൻ സി 31. സൗരയൂഥത്തിന്റെ പുറത്ത് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിലൊന്നായ GJ367b ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശ വർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? 31 ശരിയായ ഉത്തരം. പ്രകാശ വർഷം ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശ വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 ആണ്. ഓക്കെ, 2008 ഒക്ടോബർ 22 എന്ത് ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. PSLV-C11 ആണ് ചാന്ദ്രയാന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. PSLV-C11 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ച് കിട്ടുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിന്റെ മാസ് ശതമാനം എത്രയാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. മാസ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 30 ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ട്, 120 ഗ്രാം ജലത്തിലാണ് ലയിപ്പിക്കുന്നത്. ലയിച്ച് കിട്ടുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിന്റെ മാസ് ശതമാനം 20 ആണ്. അടുത്ത ചോദ്യം. വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോലൈറ്റ് കൂടി കടന്നു പോകുന്ന വൈദ്യുതി അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി ആണ്, നേരനുപാതത്തിലായിരിക്കും. വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കുന്ന പദാർത്ഥത്തിന്റെ അളവ് എന്ന് പറയുന്നത് അതിലെ ഇലക്ട്രോലൈറ്റിൽ കൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവ് എന്തായിരിക്കും? നേരനുപാതത്തിലായിരിക്കും. അടുത്ത ചോദ്യം. മാർക്കലൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? മാർക്കലൈറ്റ് കോപ്പറിന്റെ അയിരാണ് എന്ത് മാർക്കലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ അയണിന്റെ അയിരുകളായിട്ട് വരുന്നത് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റീസ്. ഇതെല്ലാം എന്താണ്? അയണിന്റെ അയിരുകളാണ്. ഇതിൽ സിങ്കിന്റെ അയിരുകളായിട്ട് വരുന്നത് സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ഇതെല്ലാം എന്താണ്? സിങ്കിന്റെ അയിരുകളാണ്. കോപ്പറിന്റെ അയിരുകളായിട്ട് വരുന്നത് മാലക്കൈറ്റ്, ചാൽക്കൊലൈറ്റ്, കോപ്പർ പൈറൈറ്റീസ്. ഇതെല്ലാം എന്താണ്? കോപ്പറിന്റെ അയിരുകളാണ്. അടുത്തത്. അലുമിനിയത്തിന്റെ അയിരായിട്ട് വരുന്നത് ബോക്സലൈറ്റ്, ക്രയോലൈറ്റ്. ബോക്സലൈറ്റും ക്രയോലൈറ്റും എന്തിന്റെ അയിരാണ്? അലുമിനിയത്തിന്റെ അയിരാണ്. അടുത്ത ചോദ്യം. മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 16 ആയിരിക്കും ട്ടോ. മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 16 ആണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയാണ് എന്ത്? ഓർബിറ്റുകൾ ഇല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് നമ്മൾ പറയാം. അത് നമുക്ക് എന്ത് ചെയ്യാം? ഓർബിറ്റുകളുടെ ആകൃതി എന്ന് പറയുന്നത് വൃത്തമാണ്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 2n² ആണ്. ഓക്കെ, ഇവിടെ 4 സാധ്യമാവുകയാണെങ്കിൽ n² ആയിരിക്കും എന്തെന്ന് പറയുന്നത്? അവിടെയുള്ള ഓർബിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 16 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം.
അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാണ്? സമ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നറിയപ്പെടുന്ന സ്പീഷീസുകൾ ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. Mg2+Na. Na+ വരേണ്ടതാണ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓപ്ഷൻ എയും ഡിയും ഒരേ ഓപ്ഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, അയോണിക ബന്ധത്തിൽ ഭാഗിക സംയോജിക സ്വഭാവം വരുന്ന സാഹചര്യം ഏതാണ്? അയോണിക ബന്ധത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാറ്റയോണിന്റെ വലിപ്പം കുറയുന്ന സാഹചര്യത്തിലാണ് എന്ത് ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഒരു ആനയോൺ ഉണ്ടാവും, ഒരു കാറ്റയോണും ഉണ്ടാവും. അതുപോലെ കാറ്റയോണിന്റെ വലിപ്പം കുറയുന്ന സമയത്ത് എന്തുണ്ടാവും? അയോണിക ബലത്തിൽ എന്തുണ്ടാവും? കുറച്ച് കോവാലന്റ് സ്വഭാവം വരാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്ന ആൾക്കാരായിരിക്കും, ഇല്ലെങ്കിൽ സഹസംയോജക സ്വഭാവം കാണിക്കുന്ന ആൾക്കാർക്കായിരിക്കും എന്തെന്ന് പറയാം, അമ്ലശക്തി കുറയാ. ഇവിടെ ഓപ്ഷൻ ബി ആണ്, CH4 ആണ് കേട്ടോ. ഇവിടെ CH4 ആണ് അമ്ലശക്തി ഏറ്റവും കുറവ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം, ആവർത്ത പട്ടികയിൽ 150-ാം വാർഷികം ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ ഡി ആണ് 2019. 2019 ഐക്യരാഷ്ട്ര സംഘടന ആവർത്തന പട്ടികയുടെ രാജ്യാന്തര വർഷമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. 2019 ആണ് ആവർത്തന പട്ടികയുടെ രാജ്യാന്തര വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. ആദ്യമായിട്ട് അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനങ്ങൾ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോത്തർ മേയർ ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫ് ആണ് കേട്ടോ. ദിമിട്രി ഇവാനോവിച്ച് മെൻഡലീഫ് ആണ്. ആധുനിക ആവർത്തിക പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. ആധുനിക ആവർത്ത പട്ടികയുടെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം, 2021 രസതന്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? 37 സി ആണ് ഉത്തരം. ഓക്കെ, '21 രസതന്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ഓപ്ഷൻ എ ബെഞ്ചമിൻ ലിസ്റ്റ് ഡേവിഡ് മെക്മില്ലൻ ആണ്. വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് സ്വാന്തെ റോബോ ആണ് കേട്ടോ.
പേബോ ആണ് 2022 നോബൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലവുമായി ഉണ്ടാകുന്നതാണ്. ഇതാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇതില് പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് പഠനങ്ങൾ നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? മെൽവിൻ കാൽവിൻ. മെൽവിൻ കാൽവിനാണ് എന്ത് കിട്ടിയത്? നോബൽ സമ്മാനം. പ്രകാശ സംശ്ലേഷണത്തിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്നത് ഏത് പ്രകാശത്തിലാണ്? മഞ്ഞ പ്രകാശത്തിലാണ് കേട്ടോ. മഞ്ഞ പ്രകാശത്തിലാണ് പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്നത്. ഏറ്റവും കൂടിയ തോതിൽ നടക്കുന്നത് ചുവപ്പിലാണ്. ഓക്കെ, പ്രകാശ സംശ്ലേഷണവുമായി അതിന്റെ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം അന്നജമാണ് കേട്ടോ. അന്നജമാണ്. സസ്യങ്ങൾ സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് എന്ത്? ഓക്സിജൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞനാണ് ആര്? റോബർട്ട് എച്ച് വിറ്റാക്കർ. റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ. ഓക്കെ, ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യസ്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേരു നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ് കേട്ടോ. അരിസ്റ്റോട്ടിലാണ് ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചത്. അതുപോലെ സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരം തിരിച്ചത് തിയോഫ്രാസ്റ്റർ ആണ് കേട്ടോ. തിയോഫ്രാസ്റ്റർ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ് ആണ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ് ആണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ റേ ആണ് കേട്ടോ. ജോൺ റേ ആണ് എന്ത്? സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇനി വർഗീകരണത്തിന്റെ അടിസ്ഥാന തലമാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഇനി രണ്ട് കിങ്ഡം ആയിട്ട് വേർതിരിച്ചത് കാൾ ലിനേയസ് ആണ്. ഓപ്ഷൻ സി, കാൾ ലിനേയസ് ആണ് 2 കിങ്ഡങ്ങളായി വർഗീകരിച്ചത്. 3 കിങ്ഡങ്ങളായിട്ട് വർഗീകരിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ്. ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ് 3 കിങ്ഡങ്ങളായിട്ട് വർഗീകരിച്ചത്. 4 കിങ്ഡങ്ങളായി വർഗീകരിച്ചതാണ് എച്ച് എഫ് കോപ്ലാൻഡ്. എച്ച് എഫ് കോപ്ലാൻഡ് ആണ് 4 കിങ്ഡമായിട്ട് വർഗീകരിച്ചത്. 6 കിങ്ഡമായിട്ട് വർഗീകരിച്ച ആളാണ് ആര്? കാൾവൗസ്. കാൾവൗസ് ആണ് 6 കിങ്ഡമായിട്ട് വർഗീകരിച്ചത്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ്. അടുത്ത ചോദ്യം, വൃക്കകളിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വൃക്കകളിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ADH ആണ്. ആൽഡോസ്റ്റിറോൺ ഹോർമോൺ ആണ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് EH സ്റ്റാർലിംഗ് ആണ് കേട്ടോ. EH സ്റ്റാർലിംഗ് ആണ്. അതുപോലെ അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് എന്ത്? ACTH, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് എന്ത്? തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് ഏതെന്ന് പറയുന്നത്? തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്.
മനുഷ്യനിലെ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് എന്ത്? പീയൂഷഗ്രന്ഥി. പീയൂഷഗ്രന്ഥിയാണ് മനുഷ്യനിലെ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ഹോർമോണാണ് സെക്രീറ്റിൻ. സെക്രീറ്റിനാണ് ഏറ്റവും ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ എന്ന് പറയുന്നത്. എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി എഡിസൺ ആണ് എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, എക്സിറ്റീവ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതിൽ എക്സിറ്റീവ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് നാഷണൽ പാർക്കാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ജീവജാലങ്ങളുടെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇൻസിറ്റീവ് കൺസർവേഷന് ഉദാഹരണമാണ് നാഷണൽ പാർക്ക്. ഇവിടെ തന്നിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ, ജീൻ പാർക്ക്, ജീൻ ബാങ്ക് ഇതെല്ലാം എന്താണ്? എക്സിറ്റീവ് കൺസർവേഷന്റെ ഉദാഹരണങ്ങളാണ്. ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്ന രീതിയാണ് എന്ത്? ഇൻസിറ്റീവ് കൺസർവേഷൻ. അതിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ് പേപ്പാറ, പെരിയാർ, വയനാട് എന്നിവ. നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്? ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി, ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല ഇവയെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമാണ്. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനത്തോടു കൂടിയുള്ള കേന്ദ്രങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ജീൻ ബാങ്ക് എന്ന് പറയുന്നത്. ജീൻ ബാങ്കിന് ഒരു ഉദാഹരണമാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. ജീൻ ബാങ്കിന് ഉദാഹരണം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ആണ്. കേരളത്തിലെ സുവോളജിക്കൽ ഗാർഡൻ നിലവിലുള്ള സ്ഥലങ്ങളാണ് തിരുവനന്തപുരം, അതുപോലെ തന്നെ തൃശ്ശൂർ. അടുത്ത ചോദ്യം, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മെഡുല്ല ഒബ്ലാങ്കേറ്റ. അതുപോലെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത്. ഇന്ദ്രിയാനുഭവങ്ങൾ, ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ, ബോധം, വിവേകം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സെറിബ്രം. ഇനി സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗമാണ് എന്ത്? ബ്രോക്കസ് ഏരിയ ആണ് സംസാര ശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സെറിബെല്ലത്തെയാണ്. ശരീര തുലന നിലയെ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് എന്ത്? സെറിബെല്ലം എന്ന് പറയുന്നത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലന നില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലന നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം തലാമസ് ആണ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങൾ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? തലാമസ് ആണ്. ശരീരത്തിലെ റിലേ സെന്റർ എന്നറിയപ്പെടുന്നതാണ് എന്ത്? തലാമസ്. വിശപ്പ്, ദാഹം എന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നതാണ് ഹൈപ്പോതലാമസ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പ്രത്യേകതയുള്ള സസ്യകല ഏതാണ്? കോശഭിത്തിയുടെ മൂലകങ്ങൾ മാത്രം കട്ടികൂടിയതും കോശങ്ങൾ ചേർന്നത്. കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നത്
2 സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. 3 സജീവ സസ്യകല. ഈ 3ഉം അടങ്ങിയിട്ടുള്ള ഈ 3 പ്രത്യേകതയുമുള്ള കോശമാണ് സസ്യകലയാണ് എന്തെന്ന് പറയുന്നത്? കോളൻ കൈമ. ഈ കോളൻ കൈമ ഇതില് കോളൻ കൈമ ഇതില് സസ്യത്തിന്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് എന്തെന്ന് പറയുന്നത്? പാരൻ കൈമ എന്ന് പറയുന്നത്. മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതാണ് പാരൻ കൈമ. ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ പാരൻ കൈമ കോശങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ക്ലോറൻ കൈമ. സസ്യത്തിന്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് പാരൻ കൈമ. ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ പാരൻ കൈമയെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ക്ലോറൻ കൈമ. ഓക്കെ. ഇനി സസ്യഭാഗങ്ങൾ വഴക്കവും താങ്ങും നൽകുന്ന കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കോളൻ കൈമ. കോളൻ കൈമ താങ്ങ് നൽകുന്നതും കട്ടി കൂടിയ കോശങ്ങളാണ്. അടുത്തത് സ്ക്ലീറൻ കൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കാണപ്പെടുന്ന കട്ടി കൂടിയ തരം കോശങ്ങളാണ്. കട്ടി കൂടിയ കോശങ്ങളാണ്. പക്ഷെ അത് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കാണപ്പെടുന്നതാണ് ആര്? സ്ക്ലീറൻ കൈമ. ഓക്കെ. പക്ഷെ കോളൻ കൈമയുടെ കാര്യത്തില് എല്ലാ ഭാഗത്തും കാണില്ല. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങളാണ് ആരെന്ന് പറയുന്നത്? കോളൻ കൈമ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒമിക്രോൺ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒമിക്രോൺ B11529 ആണ്. ഓപ്ഷൻ സി ആണ്. ഒമിക്രോൺ വകഭേദം ആദ്യം റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. ഒമിക്രോൺ വകഭേദം കൊറോണയുടെ 5ാമത്തെ വകഭേദമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് B11529 ആണ്. അത് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. ഒമിക്രോൺ ആദ്യമായി സൗത്ത് ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നവംബർ 24, 2021 ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് കർണാടകയാണ് കേട്ടോ. ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് കർണാടകയിലാണ്. US-ൽ കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദം ഒമിക്രോൺ BA2 ആണ്. ഒമിക്രോൺ BA2 ആണ്. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് മനീഷ് കുമാർ. മനീഷ് കുമാർ ആണ് കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ. ലോകത്തിൽ ആദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ് കേട്ടോ. രചിച്ചത് റേച്ചൽ കാൾസൺ ആണ്. റേച്ചൽ കാൾസൺ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി. നിശബ്ദ വസന്തം എന്ന പുസ്തകം പുറത്തിറങ്ങിയ വർഷം 1962 റേച്ചൽ കാൾസന്റെ രാജ്യം ഏതാണ്? അമേരിക്കയാണ് കേട്ടോ. അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം സൈലന്റ് സ്പ്രിംഗ് ആണ് കേട്ടോ. അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്. 1972 അമേരിക്കയിൽ DDT നിരോധിച്ചത് 1972 DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് എന്ത്? സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്.
കേരളത്തിൽ എൻഡോസൾഫാൻ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് ആര്? ലീലാകുമാരി അമ്മ. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത് എന്നുള്ളതാണ്. ഒരു സംഖ്യയുടെ 5 മടങ്ങ് 5x എടുക്കാം. 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലുള്ള മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണ്. ആ സംഖ്യയേക്കാൾ 4 കൂടുതൽ എന്ന് പറയുമ്പോൾ x+4 ആണ് വരിക. അതിന്റെ 3 മടങ്ങ് x+4 × 3. നമുക്ക് കിട്ടുന്നത് 5x = 3x + 12 ആണ്. 5x - 3x, നമുക്ക് 3xനെ ഇടതുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ 2x = 12 ആണ്. നമുക്ക് x = എന്ത് കിട്ടും? 6 എന്ന് കിട്ടും ട്ടോ. x = 6 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ചുവപ്പും നീലയും കലർത്തിയ പെയിന്റ് കൂട്ടത്തിൽ അവയുടെ അനുബന്ധം 4:3 ആണ്. ഇതിൽ 4:1 ആകണമെങ്കിൽ ചുവപ്പിന്റെ പെയിന്റിന്റെ അളവ് എത്ര ചേർക്കണം എന്നാണ് ചോദ്യം. 4:3നെ 4:1 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 4ന്റെ കൂടെ, അതായത് ചുവപ്പിന്റെ അളവ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ, എത്രയോ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിനെ 4:1 എന്ന് കിട്ടും അല്ലെ? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്നത് 4 + x / 3 = 4. 4 + x = 12 എന്ന് കിട്ടും. x എന്ന് പറയുന്നത് 8. നമ്മൾ 8 മടങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് 8 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4:1 എന്നുള്ള റേഷ്യോ കിട്ടും. അപ്പൊ 4 എത്ര 8ന്റെ 4ന്റെ എത്ര മടങ്ങാണ് 8 എന്ന് പറയുന്നത്? 2 മടങ്ങാണ് അല്ലെ? 4ന്റെ എത്ര മടങ്ങാണ് 8 എന്ന് പറയുന്നത്? 8/4 എന്ന് പറയുമ്പോൾ 2 മടങ്ങ്. ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന 2 നിരകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. 24 എന്ന സംഖ്യയുടെ പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം. 24 എന്ന സംഖ്യയുടെ പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം എന്താണ്? എ ആണ് കേട്ടോ. അതായത് 1, 24, 2, 12, 3, 8, 4, 6. ഓക്കെ, അപ്പൊ ഇവിടെ മൊത്തം 8 ആണ്. 1p ആണ് ഉത്തരം. 1p കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. 24 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? q ആണ്. അതായത് 384 ആണ്. ഓപ്ഷൻ 2 q ആണ്. മൂന്നാമത്തെ, 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ 988,592 ആണ്. 1 മുതൽ 25 വരെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത്, നമുക്ക് അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് ഓപ്ഷൻ എസ് ആണ്, 9 ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഒരു ടിവി കമ്പനി ഒരു പ്രത്യേക ഇനം ടിവിയുടെ വില ഒരു ടിവി കമ്പനി ഒരു പ്രത്യേക തരം ടിവിയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. ടിവിയുടെ ഇപ്പോഴത്തെ വില 8,000 രൂപയാണെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ
2 വർഷം കഴിയുമ്പോൾ ടിവിയുടെ വില എന്തായിരിക്കും? ഇതിലെ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ ഓക്കെ, ആദ്യത്തെ വർഷം കഴിയുമ്പോൾ 8000 ഇൻറ്റു 5% നഷ്ടത്തിൽ എന്ന് പറയുമ്പോൾ 95/100 ആയിരിക്കും നമുക്ക് വരാം. ഓക്കെ, 2 വർഷം കഴിയുമ്പോഴോ അതിന്റെ വീണ്ടും 95/100 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് എന്തെന്ന് പറയുന്നത് 7220 രൂപ എന്ന് പറയുന്നത്. 7220 രൂപ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ട്ടോ. ഓപ്ഷൻ ഡി. അടുത്ത സംഖ്യ എന്തായിരിക്കും? ഒരു ശ്രേണി തന്നിട്ടുണ്ട്, അതിന് അടുത്ത സംഖ്യ എന്തായിരിക്കും? ഇവിടെ 2, 5, 9, 19, 37. ഈ 2ൽ നിന്ന് 5ലേക്ക് എത്താൻ 2 ഇൻറ്റു 2 പ്ലസ് 1 ചെയ്താൽ മതി. അടുത്ത് 5ൽ നിന്ന് 9ലേക്ക് കിട്ടാൻ 5 ഇൻറ്റു 2 മൈനസ് 1 ചെയ്യുന്നു. 9ൽ നിന്ന് 19ലേക്ക് കിട്ടാൻ 9 ഇൻറ്റു 2 പ്ലസ് 1 ചെയ്യുന്നു. അതുപോലെ അടുത്തത് 19 ഇൻറ്റു 2 മൈനസ് 1 ആണ് എന്തെന്ന് പറയുന്നത് 37. അപ്പൊ അടുത്ത സംഖ്യ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 37 ഇൻറ്റു 2 പ്ലസ് 1 ചെയ്താൽ മതി. നമുക്ക് കിട്ടുന്ന ആൻസർ 50A ആണ് കേട്ടോ. 75 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അടുത്തത് 1.44ന്റെ വർഗ്ഗമൂലം ഏതാണ്? വർഗ്ഗമൂലമാണ് കണ്ടുപിടിക്കാൻ, സ്ക്വയർ റൂട്ട് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 1.44 നമുക്കറിയാം 12ന്റെ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത് 144 എന്ന് പറയുന്നത്. ഇവിടെ 2 ഡെസിമൽ വന്നിട്ടുണ്ട്. അപ്പൊ 1.2ന്റെ സ്ക്വയർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് 1.44 എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. (125 മീറ്റർ നീളമുള്ള തീവണ്ടി 90 km/മണിക്കൂറിൽ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടിക്ക് 275 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോവാൻ എത്ര സമയം എടുക്കും? ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 125 മീറ്റർ പ്ലസ് 275 മീറ്റർ ആണ്. 125ഉം 275ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 400 മീറ്റർ. പാലത്തിന്റെ നീളവും അതുപോലെ തന്നെ തീവണ്ടിയുടെ നീളവും ഒരുമിച്ച് കണക്കാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കടന്നു പോകുന്ന സമയം നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ. ഇനി 90 km/മണിക്കൂറാണ്. 90 km/മണിക്കൂറാണ്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. 90 ഇത് എത്ര തവണ പോവും? 5 തവണ പോവും. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ 400 ഡിവൈഡഡ് ബൈ 25 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര സമയം എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 400 ഡിവൈഡ് ബൈ 25 ചെയ്താൽ നമുക്ക് എത്ര കിട്ടാം? 16 സെക്കൻഡ് എന്ന് കിട്ടും ട്ടോ. 16 സെക്കൻഡ്. 16 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി. അടുത്തത് സമയം 8:15 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഇടയിലുള്ള കോണളവ് എത്ര? ഇതിന് നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. 30h
മൈനസ് 11/2 ഇൻറ്റു 15 എന്താണ് 30 ഇൻറ്റു എച്ച് മണിക്കൂർ 8 മൈനസ് 11 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 2. ഈ 15 എന്ന് പറയുന്നത് അവിടുത്തെ മിനിറ്റ് ആണ്. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും 53. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഈ ഫോർമുല പഠിച്ചു വെക്കുക. 30h മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ്. എത്ര മിനിറ്റ് ആണോ ആ മിനിറ്റ് കണക്ക്. അടുത്ത ചോദ്യം, എ ബി സി ഒരുമിച്ച് ഒരു ജോലി 8 മണിക്കൂർ കൊണ്ട് തീർക്കും. 20 മണിക്കൂർ എടുത്താൽ എക്ക് മാത്രമായി ജോലി തീർക്കാം. 24 മണിക്കൂർ എടുത്താൽ ബിക്ക് മാത്രമായി ജോലി തീർക്കാം. എങ്കിൽ സിക്ക് മാത്രമായി ഈ ജോലി എത്ര മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാം? ഇത് നമ്മൾ എങ്ങനെ ചെയ്യാ? ഇവര് 3 പേരും കൂടെ എടുക്കുന്ന സമയം 1/8 എന്തിന് സമയമായിരിക്കും? 1/a ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം പ്ലസ് 1/b ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം പ്ലസ് 1/c ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. നമുക്ക് എ ചെയ്യാൻ എടുക്കുന്ന സമയം തന്നിട്ടുണ്ട് 1/20 പ്ലസ് നമുക്ക് ബി ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം 1/24. അതുപോലെ സി ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം അറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? 1/c എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 1/8 മൈനസ് 1/20 മൈനസ് 1/24. ഓക്കെ, ഇതിന്റെ LCM നമ്മൾ കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? 120 ആണ് ഇതിന്റെ LCM ആയിട്ട് വരിക. 120 ആയിട്ട് നമ്മൾ LCM ആയിട്ട് വരുന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 മൈനസ് 6 മൈനസ് 5 ഡിവൈഡഡ് ബൈ 120 എന്ന് കിട്ടും. നമുക്ക് കിട്ടുന്ന ഉത്തരം 30 ആണ് കേട്ടോ. ഒരു പ്രസ്തുത ജോലി, അതായത് 1/30 ആയിരിക്കും നമുക്ക് കിട്ടുക. 1/c എന്ന് പറയുന്നത് 1/30 ആയിരിക്കും നമുക്ക് കിട്ടുക. 1/30 ആണ് നമ്മളുടെ 1/c ഈക്വൽ ടു 1/30 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സി 30 മണിക്കൂർ കൊണ്ടാണ് ആ ജോലി തീർക്കുന്നത് നമുക്ക് കിട്ടും. ഇനി അടുത്ത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആകാവുന്നത് ഏതാണ്? ത്രികോണങ്ങളുടെ വശങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചെറിയ 2 വശങ്ങളുടെ സം എന്ന് പറയുന്നത് വലിയ വശത്തെക്കാളും കൂടുതലായിരിക്കണം. 6, 8, 13. 6ഉം 8ഉം ആണ് ചെറിയ വശം. 6ഉം 8ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 14 കിട്ടും. 14 13നേക്കാളും വലുതാണ്. അതുകൊണ്ട് എ തന്നെയാണ് എന്ത്? ത്രികോണത്തിന്റെ എക്സാമ്പിൾ. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 4ഉം 5ഉം 9 ആണ്. 9 വലിയ സൈഡിന്റെ ഈക്വൽ ആണ്, അത് വരില്ല. 3ഉം 4ഉം ഓപ്ഷൻ ബി 7 ആണ് വരിക, അത് വലിയ സൈഡിനേക്കാളും ചെറുതാണ്, അപ്പൊ അതും വരില്ല. 16, 4ഉം 7ഉം 4ഉം 7ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 16നേക്കാളും ചെറിയ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. അനു ഒരു അലമാര വാങ്ങിയപ്പോൾ 8% വിലക്കിഴിവ് കിട്ടി. 960 രൂപയാണ് കുറഞ്ഞത്. ആ അലമാരയുടെ പരസ്യ വില എത്ര? ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സെക്കൻഡ്. എട്ട് ശതമാനം വിലക്കുറവ് കിട്ടി. നമുക്ക് പരസ്യവില അറിയില്ല. എക്സ് കൊടുത്തു. 8/100 എന്ന് പറയുന്നത് എന്തായി? 960 ആയി. 960 കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 960 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 8 ആണ്.
ഇവിടെ എന്ത് പോവും? 120 12,000 രൂപയാണ് ഇതിന്റെ തുക എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ഡി. എ ഡിവിഷനിൽ 30 പേരുണ്ട്, അവരുടെ ശരാശരി മാർക്ക് 60 ആണ്. ബി ഡിവിഷനിൽ 45 പേരുണ്ട്, ശരാശരി മാർക്ക് 90 ആണ്. രണ്ട് ക്ലാസ്സും കൂടി ഒന്നിച്ചാൽ പുതിയ ശരാശരി എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 30 പേരുള്ള ക്ലാസ് 60 മാർക്കാണ്. അപ്പൊ 30 × 60 കണക്കാക്കുക. എന്ത് കിട്ടി? 1800 കിട്ടും. ഇനി 90 മാർക്ക് 45 × 90 കണക്കാക്കുക. നമുക്ക് എത്ര മാർക്ക് കിട്ടും? 90. 45 × 90 കണക്കാക്കുമ്പോൾ 90 കണക്കാക്കുന്നു. ഇനി ഇവ രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യാ? നമ്മള് ആഡ് ചെയ്യാം. ഓക്കെ, ഈ രണ്ട് സംഖ്യയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഈ രണ്ട് സംഖ്യയും കൂടി 30 × 60 പ്ലസ് 45 × 90 രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എത്ര കുട്ടികളുണ്ട്? മൊത്തം എത്ര കുട്ടികളുണ്ട്? 30ഉം 45. 30 പ്ലസ് 45 75 കുട്ടികളുണ്ട്. ഡിവൈഡ് ബൈ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ എ 78 മാർക്ക് എന്ന് കിട്ടും. അടുത്ത ചോദ്യം, 1 കിലോമീറ്റർ എന്നുള്ളത് എത്ര മൈലാണ്? എത്ര? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 0.621 മൈലാണ്. അടുത്ത ചോദ്യം, വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ കവാടത്തിൽ പച്ച, നീല, ചുവപ്പ് ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പച്ച ബൾബുകൾ 4 സെക്കൻഡ് ഇടവിട്ടും, നീല ബൾബ് 6 സെക്കൻഡ് ഇടവിട്ടും, ചുവപ്പ് ബൾബ് 9 സെക്കൻഡ് ഇടവിട്ടുമാണ് പ്രകാശിക്കുന്നത്. 3 ബൾബും ഒരുമിച്ച് പ്രകാശിക്കാൻ തുടങ്ങിയത് 8 മണിക്കാണ്. അവ എപ്പോൾ വീണ്ടും പ്രകാശിക്കും? നമുക്ക് തന്നിട്ടുള്ളത് 4, 6, 9 ആണ്. ഇവ അടുത്ത് പ്രകാശിക്കുന്നത് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവയുടെ LCM കണ്ടുപിടിച്ചാൽ മതി. ഇവയുടെ LCM നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. 36 ആണ് നമുക്ക് LCM കിട്ടുക. 36 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 മണി 36 സെക്കൻഡിനായിരിക്കും ഇവരെന്ത് ചെയ്യുക? അടുത്തത് ഒരുമിച്ച് പ്രകാശിക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം, 60 0.2 സ്ക്വയർ ക്യൂബ് മൈനസ് 0.1 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 0.2 സ്ക്വയർ പ്ലസ് 0.2 × 0.1 പ്ലസ് 0.1 ദ ഹോൾ സ്ക്വയർ. ഇതിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതൊരു ഐഡന്റിറ്റി ആണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യം കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി ബൈ ബി സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ അടിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എ മൈനസ് ബി എന്ന് കിട്ടും. എ മൈനസ് ബി വെച്ച് ചെയ്യുന്ന സമയത്ത് 0.2 മൈനസ് 0.1. അല്ലാതെ നമുക്കിത് എന്താ പറയാ, ഒരുപാട് ക്യൂബും സ്ക്വയറും ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 0.1 ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. 0.2 മൈനസ് 0.1 0.1 ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദപ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏത്? 1 അറിവിന്റെ ദാതാവ്, പഠന പങ്കാളി, ഫെസിലിറ്റേറ്റർ, വാദിയായ സംഘത്തലവൻ. ഓപ്ഷൻ എ ആണ്. അതായത് സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ?
നമ്മള് കുട്ടികളെ സപ്പോർട്ട് ചെയ്യാണ്. ടീച്ചർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ക്ലാസ് റൂമിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. കുട്ടികളെ സഹായിക്കണം. അതായത് സ്വയം പഠിക്കാൻ വേണ്ടി സഹായിക്കണം. അടുത്തത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 62 പഠിക്കാൻ മിടുക്കനായ ആദർശ് കുറച്ചു നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിൽ എത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിന്റെ ഈ സ്വഭാവ വ്യതിയാനത്തെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? ഓപ്ഷൻ സി ആണ് കേസ് സ്റ്റഡി ആണ്. ഒരു ഏക വ്യക്തി പഠനമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ആ വ്യക്തിയെ കുറിച്ച് അവരുടെ ജീവിത സാഹചര്യം, അവർ വരുന്ന ചുറ്റുപാട്, അവർക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ ആ ഒരു ഏക വ്യക്തി പഠനമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഈ കാര്യത്തിൽ നമുക്ക് കേസ് സ്റ്റഡിയാണ് ഉപയോഗിക്കാൻ പറ്റുക. പഠനവേളയിൽ അടുത്ത ചോദ്യം, പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഓപ്ഷൻ ബി കൈത്താങ്ങു നൽകൽ. സഹായിക്കൽ, പരുവപ്പെടൽ, പ്രബലനം നൽകൽ. ഇതൊന്നുമല്ല, കൈത്താങ്ങ് നൽകലാണ്. ഓരോ കുട്ടിക്കും അവർക്കനുസരിച്ച രീതിയിലുള്ള സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിന് നമ്മൾ കൈത്താങ്ങ് നൽകൽ എന്ന് പറയും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പ്രതിക്രിയാധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപീകരിച്ചിട്ടുള്ളത്? വൈഗോട്സ്കി ആണ് കേട്ടോ. വൈഗോട്സ്കി ആണ് റെസിപ്രോക്കൽ ടീച്ചിങ്. കൺസ്ട്രക്റ്റിവിസം അതും ആരുടെയാണ്? വൈഗോട്സ്കിയുടെ ആണ്. റെസിപ്രോക്കൽ ടീച്ചിങ് അല്ലെങ്കിൽ പ്രതീകാധ്യാപനം ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യം ചോദിക്കൽ, സമഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ. ഇതെല്ലാം എന്തിന്റെയാണ്? റെസിപ്രോക്കൽ ടീച്ചിങ്ങിന്റെ ഭാഗമാണ്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതിയാണ് എന്തെന്ന് പറയുന്നത്? പ്രതിക്രിയാധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത് 65 ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏതാണ്? 1 സ്വന്തം വികാരം തിരിച്ചറിയുന്നു. 2 സ്വന്തം വികാരങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. ഡി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. സ്വന്തം വികാരങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വൈകാരിക ബുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷത അല്ല. വൈകാരിക അവസ്ഥയെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവാണ് എന്തെന്ന് പറയുന്നത്? വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. വൈകാരിക ബുദ്ധി എന്ന ഗ്രന്ഥം രചിച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ് കേട്ടോ. ഡാനിയൽ ഗോൾമാൻ ആണ് വൈകാരിക ബുദ്ധി എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഗോൾമാൻ. അടുത്തത്, ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെ പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ഓപ്ഷൻ ഡി ആണ് ബിംബന ഘട്ടം. ഓപ്ഷൻ ഡി ആണ് ബിംബന ഘട്ടം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏതാണ്? ഓപ്ഷൻ സി പ്രക്രിയാധിഷ്ഠിത. പ്രക്രിയാധിഷ്ഠിതമാണ് എന്ത്? കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് പ്രക്രിയാധിഷ്ഠിതം. അതായത് ആക്ടിവിറ്റി സെന്റേർഡ് ആണ് എന്തെന്ന് പറയുന്നത്? സ്കൂൾ പാഠ്യപദ്ധതി സമീപനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്രയായിരിക്കും? ഈ മാനസിക വയസ്സ് കണ്ടുപിടിക്കാൻ IQ 98 ഡിവൈഡഡ് ബൈ പ്രായം 10. അപ്പൊ നമുക്ക് അവരുടെ മാനസിക വയസ്സ് കിട്ടും 9.8. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 68 ഓപ്ഷൻ എ. ബുദ്ധിമാനം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം സ്റ്റേൺ ആണ് കേട്ടോ. വില്യം സ്റ്റേൺ ആണ്
ബുദ്ധിമാനം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ശ്രമം ആദ്യമായി നടത്തിയത് ആൽഫ്രഡ് ബിനെറ്റ് ആണ് കേട്ടോ. ആൽഫ്രഡ് ബിനെറ്റ് ആണ് ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ശ്രമം ആദ്യമായി നടത്തിയത്. ഐക്യു കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ്, യഥാർത്ഥ വയസ്സ്, മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? IQ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. സങ്കലിത വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റു കുട്ടികളെ പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പിലാക്കുന്നത്? ഓപ്ഷൻ ഡി, പൊതുവിദ്യാലയങ്ങളിലാണ്. സ്പെഷ്യൽ സ്കൂളുകളോ അന്ധവിദ്യാലയങ്ങളോ ഓപ്പൺ സ്കൂളുകളോ ആവശ്യമില്ല. എല്ലാ കുട്ടികളെയും ഒരേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം, പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കണം എന്നതാണ് എന്ത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സങ്കലിത വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിന്റെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ ആന്തരിക അഭിപ്രേരണ, അതായത് മോട്ടിവേഷൻ, ഇന്റേണൽ മോട്ടിവേഷൻ, ബാഹ്യ അഭിപ്രേരണ, എക്സ്റ്റേണൽ മോട്ടിവേഷൻ, വർക്കിംഗ് മോഡലുകളുടെ താല്പര്യം, ശാസ്ത്ര വിഷയത്തോടുള്ള ഇഷ്ടം. ഇവിടെ സമ്മാനം കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ആ കുട്ടി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബാഹ്യ അഭിപ്രേരണയാണ്, സമ്മാനത്തിന് വേണ്ടിയിട്ടാണ്. മനുഷ്യന്റെ ഇവിടെ മനുവിനുള്ളത് ബാഹ്യ അഭിപ്രേരണയാണ്. അഭിപ്രേരണയുള്ളവരാകാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അംഗീകാരം, പാരിതോഷികം, പ്രശംസ. ഓക്കെ, ഇനി ബാഹ്യമായ പ്രേരണകൾ ഒന്നും കൂടാതെ സ്വയം ഉണ്ടാകുന്ന അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ. അതായത് ബാഹ്യമായ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്വന്തം താല്പര്യത്തോടുകൂടി സ്വന്തം അഭിരുചി കൊണ്ട് ചെയ്യുന്നതാണ് ആന്തരിക അഭിപ്രേരണ. ഒരാളുടെ പ്രവൃത്തി ബാഹ്യമായ സമ്മാനങ്ങളോ നേട്ടങ്ങളോ അംഗീകാരങ്ങളോ നിയന്ത്രിക്കപ്പെടുമ്പോൾ അതിനെ പറയുന്നത് ബാഹ്യ അഭിപ്രേരണ. ബാഹ്യമായ സമ്മാനങ്ങളോ അല്ലെങ്കിൽ നേട്ടങ്ങളോ അംഗീകാരങ്ങളോ നിയന്ത്രിക്കുമ്പോഴാണ് അതിന് നമ്മൾ എന്ത് പറയാ? ബാഹ്യ അഭിപ്രേരണ എന്ന് പറയാ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? കുട്ടികളെ സ്വയം പഠനത്തിന് പ്രേരിപ്പിക്കുന്നു, ഇടയ്ക്കിടെ പരീക്ഷകൾ നടത്തുന്നു, വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു, ക്ലാസ് PTA യോഗങ്ങൾ നടത്തുന്നു. ഇവിടെ 71 ഓപ്ഷൻ സി ആണ്. വൈവിധ്യമാർന്ന ബോധന രീതികൾ, പല രീതികളാണ് അവർ എന്ത് ചെയ്യുന്നത്? ക്ലാസ് എടുക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത് 72. താഴെ കൊടുത്തിരിക്കുന്നതിൽ നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുന്നത് ഏത്? സ്കൂൾ പാർലമെന്റ്, ക്ലബ് പ്രവർത്തനങ്ങൾ, SPC, ഇവയെല്ലാറ്റിനും എന്ത് ചെയ്യും? നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് ഉത്തരം. അടുത്ത ചോദ്യം. സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ്? 73A സ്കീമ, പിയാഷയുടെ കോഗ്നിറ്റീവ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? സ്വാംശീകരണവും സംസ്ഥാപനവും സ്കീമ. അടുത്ത ചോദ്യം. അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖയാണ് എന്ത്? NCFTE 2009. മറ്റത് NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ് 2005. RT റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ് 2009. പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്, പ്രോഗ്രാം ഓഫ് ആക്ഷൻ ആണ് 1992. NCFTE എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ആണ് 2009. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരുവാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്?
ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരാശയത്തിന്റെ വിവിധ തലങ്ങൾ അതിന്റെ കാഠിന്യം അനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചാക്രിയ രീതിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി, ചാക്രിയ രീതി. സ്പൈറലിംഗ്, അതായത് കാഠിന്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ വ്യത്യസ്ത ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ടോപ്പിക്കിന്റെ തന്നെ കൂടുതൽ ഉള്ളിലേക്ക് പഠിപ്പിക്കുന്ന രീതിയാണ് സ്പൈറലിംഗ് അല്ലെങ്കിൽ ചാക്രിക രീതി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം. ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഓപ്ഷൻ ബി ആണ് ആശയമാണ്. ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? അവയെ ആശയങ്ങൾ എന്ന് വിശേഷിപ്പിക്കാം. അടുത്ത ചോദ്യം. പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൺകുട്ടികളും പെൺകുട്ടികളും വെവ്വേറെ പദ്ധതികൾ ഉണ്ടാകും. തെറ്റാണ്. ജനാധിപത്യപരമാവില്ലല്ലോ. ബുദ്ധിപരമായ ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികളെ സാധാരണ കുട്ടികളോടൊപ്പം ഇടകലരാൻ അനുവദിക്കുകയില്ല. വളരെ സമ്പുഷ്ടവും അയവുള്ളതുമായിരിക്കും. പരീക്ഷകൾ വളരെ പ്രാധാന്യം നൽകുന്നതായിരിക്കും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത്. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക? ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിനാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്യുക ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് റീഡിങ് ഡിസബിലിറ്റി ആണ്. സ്പെല്ലിങ് അതുപോലെ തന്നെ റീഡിങ് ഡിസബിലിറ്റി ആണ് എന്ന് പറയുന്നത് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിപ്പിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, സി ആണ്. ബാലയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ശരിയായ ഉത്തരം. വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിപ്പിക്കുന്നത് ബാല, BALA എന്നതിന്റെ പുതിയ രൂപം ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്. ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്. ബിൽഡിംഗ് എന്ന് പറയുന്നത് വിദ്യാലയം, സ്കൂളുകൾ എന്ന് പറയുന്നത് എന്താണ്? ലേണിംഗ് എയ്ഡ് ആണ് ബാല. അതിന് തന്നെയാണ് എന്ത് ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിപ്പിക്കുന്നത് ബാലയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ read the following passage carefully and answer the question given below. ഇവിടെ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. In course of time, we found that we simply could not do without the old lady. He could cooked for us, tended the child, gave us necessary courage when the child has fever or stomach ache, and we became distraught. She knew a lot of tricks about children's health. She grew very fond of children and took her out and kept her very happy. She established herself as a beginning elder at home, and for us it meant a great deal. Her devotion to the child enabled me to take my wife twice or thrice a month to a picture on a walk along the river out shopping. My wife grew very fond of her and called her Granny. So did Leela, but Sushila had a price to pay for this pleasure. She lost her supremacy over the kitchen and the store. The levels in the container at the store went down in other ways than my wife calculated. Susila protested and fought against it for some time, but the old lady had her own way of brushing aside our objections. And Susila adjusted her own outlook in the matter. Didn't I bargain for a waste of 4 rupees a month? Well, it is not so hard because she wasted only 3 rupees. Our provision bill fluctuated by only 3 rupees, and it was a small price to pay for a great company and service of the old lady. She lived 1 meal a day, but just a handful of cooked rice and buttermilk. It was a wonder how she found the energy for so much activity. My wife often sat down with her in order to induce her to eat well, but it was of no avail. ഇത് എന്താണ് പറയുന്നത്? നമ്മൾക്ക് പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്നും കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആണ്
ഇവിടെ ഒരു സ്ത്രീ ജോലി ചെയ്യാൻ വരികയാണ്. അവരുടെ കുട്ടിയെ, അവരുടെ ഭാര്യയും ഭർത്താവും ഉണ്ട്, അവരുടെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നു. നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. What was the price that Susila has to pay for her having the old lady at home? ആ ഓൾഡ് ലേഡി വീട്ടിൽ വെക്കുന്നത് കൊണ്ട് അവർക്ക് എന്താണ് ഒരു നഷ്ടമുണ്ടായത്, ഇല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടുണ്ടായത്? ഉത്തരം പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. ഷീ ലോസ്റ്റ് ഹെർ കൺട്രോൾ ഓവർ ദി കിച്ചൺ ബഡ്ജറ്റ്. കിച്ചൺ ബഡ്ജറ്റിലുള്ള കൺട്രോൾ അവർക്ക് നഷ്ടപ്പെടുകയാണ്. Which of the following alternative means benning? Benning എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? ജെന്റിൽ എന്നാണ്. അതായത് അവര് ജെന്റിൽ ആയിട്ട് പതുക്കെ തന്നെ അവരുടെ വീട്ടില് ഒരു പ്രധാനപ്പെട്ട ആളായി മാറുകയാണ്. ബെന്നിങ് എന്ന മീനിങ് ജെന്റിൽ എന്നാണ്. What made the narrator and his wife wonder? എന്താണ് അവരെ അത്ഭുതപ്പെടുത്തിയത്, അവരുടെ ഭാര്യയും ഭർത്താവിനെ അത്ഭുതപ്പെടുത്തിയത് എന്തെന്ന് വെച്ചാൽ the old lady's energy to do work. അത്ര പ്രായമായിട്ടും അവരുടെ വർക്ക് ചെയ്യാനുള്ള എനർജിയാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യം. The following sentence have 3 underlined parts A, B, C. Find out whether there is an error in any underlined part and indicate your answer in the answer sheet against the corresponding letter. A, B, C എന്ന് കൊടുത്തിട്ടുണ്ട്, C, D എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ്, ഇതിൽ ഏതോ ഒരു പാർട്ടിൽ എന്തുണ്ട്, തെറ്റുണ്ട്. ഓക്കെ, തെറ്റില്ലെങ്കിൽ നമുക്ക് എന്താ, നോർ എറർ എന്നുള്ള രീതിയിലേക്ക് പോകാം. He replied, തെറ്റില്ല. His father has lived in Mumbai, തെറ്റില്ല. Since 10 years, മിസ്റ്റേക്ക് അവിടെയാണ് വരുന്നത്. സിൻസ് 10 years എന്നൊരിക്കലും വരില്ല. സിൻസ് വരുമ്പോൾ എപ്പോഴും ഒരു വർഷമായിരിക്കും വരിക. സിൻസ് 2020, സിൻസ് 2000, സിൻസ് 1996, അങ്ങനെ വർഷമായിരിക്കും വരിക. 10 years നമ്മൾ കാലയളവ്, പീരീഡ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് യൂസ് ചെയ്യും? അതിനു മുമ്പ് ഫോർ യൂസ് ചെയ്യും. ഫോർ 2 years, ഫോർ 10 years. അപ്പൊ ഇവിടെ സിൻസ് അല്ല വരേണ്ടത്, ഫോർ ആയിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പൊ ഇവിടെയുള്ള എറർ ഉള്ള ഭാഗം സിൻസ് 10 years ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. The sentence given below has an underlined part. Choose the word nearest to the meaning in the underlined part from the list of the word given. ഇവിടെ ഒരു അണ്ടർലൈൻ ഇട്ട ഒരു ഭാഗമുണ്ട്. ആ അണ്ടർലൈൻ ഇട്ട ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് സമാനമായ ഒരു ഏകദേശം അർത്ഥം വരുന്ന ഒരു ഭാഗം എടുക്കണം. The conflict between the factory owner and the worker was resolved by a mutual agreement. Mutual എന്നുള്ളതിന് സമാനമായിട്ട് ഒരു അർത്ഥം വരുന്ന ഒരു വാക്കാണ് എന്ത്? റെസിപ്രോക്കൽ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. Which of the following alternatives bring out the meaning of the phrasal verb spark off clearly? ഇവിടെ നമുക്ക് phrasal verbs ആണ് യൂസ് ചെയ്യേണ്ടത്. spark off എന്നുള്ളതിന്റെ മീനിങ് ആണ് സഡൻലി ഹാപ്പൺ, പെട്ടെന്ന് ഉണ്ടാവുക. സ്പാർക്ക് ഓഫ്, സഡൻലി ഹാപ്പൺ, പെട്ടെന്ന് സംഭവിക്കുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം? സ്പാർക്ക് ഓഫ് എന്ന ഫ്രേസൽ വെർബ് വെച്ച് യൂസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത്, fill in the blanks with suitable article if required. Choose from the alternatives given. I hope to reach the home in dash hour. A and the. ഇതിൽ ഏത് വരും? അവർ എന്ന് പറയുമ്പോൾ അതൊരു എച്ച് അവിടെ സൈലന്റ് ആണ്, വവൽ സൗണ്ട് ആണ് ആദ്യമായിട്ട് വരുന്നത്. സോ നമുക്ക് ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ആൻ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. Which of the following statement is correct about language teaching or learning? ലാംഗ്വേജ് ടീച്ചിങ്ങിന് ഇതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നുള്ളതാണ്. Your language learners should perform tasks involving language. ടാസ്കുകൾ ചെയ്യണം. Your language learners should be encouraged to communicate. ലാംഗ്വേജ് ലേണറെ നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിരന്തരം നമ്മൾ എൻകറേജ് ചെയ്യണം. Your language learners should be exposed to lot of language. പലതരം ലാംഗ്വേജുമായിട്ട് അവർ എന്ത് ചെയ്യണം? അവർക്ക് ഇടപഴകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. അതുപോലെ യങ് ലാംഗ്വേജ് ലേണേഴ്സ് ഷുഡ് ഡെവലപ്പ് ഫ്ലുവൻസി ബിഫോർ ദേ ഡെവലപ്പ് അക്യുറസി. അവർക്ക് ആദ്യം ഫ്ലുവൻസി ആണ് വേണ്ടത്, അതിനുശേഷം നമുക്ക് അവരിൽ എന്ത് ചെയ്യാം? അക്യുറസി, കൃത്യത നമുക്ക് നിലനിർത്താം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം.
Language acquisition follows a natural path. Choose from the alternatives given. ലാംഗ്വേജ് പഠിക്കുന്നതിന് ഒരു ഫ്ലോ ഉണ്ട്, ഒരു പാത്ത്. നമ്മൾ എന്തെങ്കിലും ആദ്യം തന്നെ നമ്മൾ എഴുതാനല്ലല്ലോ പഠിക്കുക. അപ്പൊ അതിന്റെ ഫ്ലോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ആദ്യം ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. നമുക്ക് കുട്ടികളുടെ കാര്യം ആലോചിച്ചാൽ മതി. കുട്ടികൾ ആദ്യം കേൾക്കുന്നു, പിന്നെ അവർ റെസ്പോണ്ട് ചെയ്യും. സ്പീക്കിംഗ്, സംസാരിക്കാൻ തുടങ്ങുന്നു, അതിനുശേഷം വായിക്കാൻ തുടങ്ങുന്നു, അതിനുശേഷം എന്താണ്, എഴുതാൻ തുടങ്ങുന്നു. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത് 90. ലാംഗ്വേജ് ഈസ് സ്ട്രക്ചർഡ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. ചൂസ് ദ ഡീപ്പസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് സൂപ്പർഫിഷ്യൽ ഓഫ് ദ ലേയേഴ്സ്. ലാംഗ്വേജ് പല ലെവലുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതില് ഡീപ്പസ്റ്റ്, ഏറ്റവും ഡീപ്പസ്റ്റും മോസ്റ്റ് സൂപ്പർഫിഷ്യൽ ലെവലായിട്ട് നമുക്ക് വരുന്നത് ഓപ്ഷൻ സി ആണ്. സെമാന്റിക് ആൻഡ് ഫോണോളജിക്കൽ. സെമാന്റിക് എന്ന് പറയുന്നത് വാക്കുകളുടെ, വേർഡ്സിന്റെയും ഫ്രേസസിന്റെയും ഒക്കെ മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫോണോളജി എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ്, അതായത് സൗണ്ട് സിസ്റ്റം, ഫോണറ്റിക്സ്, നമ്മുടെ സൗണ്ട് സിസ്റ്റത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് എന്ത്, ഫോണോളജിക്കൽ. അപ്പൊ ഇവിടെ ഓപ്ഷൻ സെമാന്റിക് ആൻഡ് ഫോണോളജിക്കൽ ആണ് ഉത്തരം വരും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏതാണ്? തദ്ധിതത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് കേമത്വമാണ്. കേമത്വം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, തദ്ധിതം എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മള് കേമം, കേമം എന്നൊക്കെ നമ്മൾ പറയില്ലേ, കേമത്വം, ഇതിലൊക്കെ എന്തുണ്ട്, കേമം, കേമത്വത്തിൽ നിന്ന് നമുക്ക് കേമം, കേമൻ, അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നാമങ്ങളിൽ നിന്നോ വിശേഷങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, കേമത്തം എന്ന് പറയാം. ഇപ്പൊ കേമൻ അല്ലെങ്കിൽ കേമം എന്ന് പറയുന്നത് ഒരു നാമമാണ്. അതിൽ നിന്നുണ്ടാവുന്ന നാമശബ്ദങ്ങളെയാണ്, അത് വിശേഷങ്ങളിൽ നിന്നുണ്ടാവുന്ന നാമശബ്ദങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, തദ്ധിതം എന്ന് പറയാ. ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടുള്ള കാണുവാൻ കഴിവില്ല. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ എ ആണ്, ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ് ഇത്. അടുത്തത്, നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് ഏത്? 93 തോറ്റം പാട്ടുകളാണ് കേട്ടോ. ഓപ്ഷൻ ഡി തോറ്റം പാട്ടുകളാണ് നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് എന്ത്, തോറ്റം പാട്ടുകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വെള്ളയ്യപ്പൻ മലയാളത്തിലെ അനശ്വരമായ ഒരു കഥയുടെ കഥാപാത്രമാണ്. ഏത് കഥയിലെ കഥാപാത്രമാണ് വെള്ളയ്യപ്പൻ? ഓപ്ഷൻ സി ആണ്, കടൽ തീരത്ത്. കടൽ തീരത്ത് എന്ന കഥയിലെ കഥാപാത്രമാണ് എന്ത്, വെള്ളയ്യപ്പൻ എന്ന് പറയുന്നത്, കടൽ തീരത്ത്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഉചിതമായി ക്രമീകരിക്കുന്നവ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ നിർമാല്യം, MTയുടെ ആണ് നിർമാല്യം. ചെമ്മീൻ തകഴി ശിവശങ്കര പിള്ള 2. കാഞ്ചന സീത CN ശ്രീകണ്ഠൻ നായർ. ഭാസ്കര പട്ടേലരും തന്റെ ജീവിതവും സക്കറിയ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. പ്രകൃതി വിലാസം എന്നത് ഘടക പദങ്ങളാകുമ്പോൾ, പ്രകൃതി വിലാസം എന്നത് ഘടക പദങ്ങളാകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രകൃതി പോലുള്ള വിലാസം എന്നാവും. പ്രകൃതി പോലുള്ള വിലാസം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 96 പ്രകൃതി വിലാസം എന്നുള്ളത് ഘടക പദങ്ങളാക്കുമ്പോൾ നമ്മൾ പ്രകൃതി പോലുള്ള വിലാസം, പ്രകൃതി പോലുള്ള വിലാസം എന്ന് പറയും. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ശരിയായ വാക്യം ഏത്? ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾക്ക് മൃത്യുവിനെ വെച്ചു കൊടുത്തു. ഇത് ശരിയായ, വായിച്ചു നോക്കിയാൽ നമുക്ക്
വേഗം മനസ്സിലാവും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വച്ചുകൊടുത്തു. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകൻ രേഖപ്പെടുത്തുന്നത് എന്ത്? ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞു, ആ ക്ലാസ്സിലെ അവസാനം നമ്മൾ പ്രതിഫലനാത്മക കുറിപ്പ് നമ്മൾ തയ്യാറാക്കും, റിഫ്ലക്ഷൻ. ഈ ഭാഗത്ത് അധ്യാപകൻ രേഖപ്പെടുത്തുന്നത് ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകളാണ്. ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് അധ്യാപക കേന്ദ്രീകൃതം. അതായത് പഠന പ്രവർത്തനങ്ങൾ അധ്യാപക കേന്ദ്രീകൃതമാകാതിരിക്കുക. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് കുട്ടികളായി ചെയ്യാനുള്ളതായതുകൊണ്ട് ടീച്ചർ സെന്റേർഡ് സിസ്റ്റം അല്ല, ഇപ്പോൾ ചൈൽഡ് സെന്റേർഡ് സിസ്റ്റം ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണം ഉണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? നോം ചോസ്കി ആണ് കേട്ടോ. നോം ചോസ്കി. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണം ഉണ്ട്, ഇത് മുന്നോട്ട് വെച്ചത് നോം ചോസ്കി ആണ് കേട്ടോ. ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന ആശയം മുന്നോട്ട് വെച്ചതാണ് നോം ചോസ്കി. പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും എണ്ണമില്ലാത്തത്ര വാക്യങ്ങൾ സൃഷ്ടിക്കാനും മനസ്സിലാക്കാനും കഴിയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചോദ്യ പേപ്പറിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കും. താങ്ക് യു.